എല്ലാവർക്കും ശോഭാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പ് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. കുതിർത്തിയ കടല നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകും കരിവേപ്പിലയൊക്കെ പൊട്ടിച്ച് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റുക. അതൊന്ന് സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ വഴന്ന് വരട്ടെ. വേവിച്ച കടലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് വെക്കണം. ഇനി ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ പുട്ടും ആവി കയറ്റാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ നനച്ച ഗോതമ്പ് പൊടിയും നാളികേരമൊക്കെ അങ്ങനെ പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ആവി കയറ്റാൻ വയ്ക്കുകയാണ് കേട്ടോ. ഗോതമ്പ് പൊടിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായി കുഴച്ചിട്ട് മിക്സിയിലിട്ടിട്ട് കുറച്ചും കൂടി പൊടി ചേർത്തിട്ട് പൾസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ നനച്ചെടുത്തത്. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഈ പൊടികളൊക്കെ നല്ലതുപോലെ ചൂടാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വേവിച്ച കടല അരച്ച് വെച്ചിരുന്നല്ലോ, അത് ചേർക്കണം. മൊബൈലിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് ആ അരച്ച കടല ആഡ് ചെയ്യുന്നത് ഭാഗം റെക്കോർഡായില്ല. അങ്ങനെ അരച്ച കടല ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള കടല കയ്യിൽ കൊണ്ടൊന്ന് ചെറുതായിട്ട് നുടച്ചതിന് ശേഷം അതുകൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് നേരമായി പുട്ടിന് ആവി വരാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതൊന്ന് വാങ്ങി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ കടലക്കറി നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല എളുപ്പമാണ് ഈ കറി ഉണ്ടാക്കാൻ, നല്ല സ്വാദുമാണ് കേട്ടോ. നമ്മൾ നാളികേരം വറുത്തരയ്ക്കേണ്ട, പിന്നെ നമ്മൾ കടല അരയ്ക്കുന്നത് കൊണ്ട് കൊഴുപ്പുണ്ടാവും. പുട്ടൊക്കെ കുതിർത്തി കഴിക്കാനായിട്ട് കുറച്ച് വെള്ളത്തോടുള്ള കറിയല്ലേ നന്നായിട്ടുണ്ടാവുക. ഇനി കുറുകിയ കറി വേണമെന്നുള്ളവർക്ക് വെള്ളത്തിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.